ആകെ നേടിയത് 3 പോയിന്റാണ്. ഈ 3 പോയിന്റ് കൊണ്ട് എന്ന് പറഞ്ഞ പ്രേക്ഷകരെ എല്ലാവരെയും, അതായത് കണ്ണിലുണ്ണിയെയും അറിയാം അനീഷ്. നിങ്ങൾ അതാണ് ആലോചിക്കേണ്ടത്. അവിടെ ആര്യൻ എന്ന് പറയുന്നവൻ കരഞ്ഞു മെഴുകുകയാണ്. ആദിലയോടാണ് കരഞ്ഞു മെഴുകുന്നത്. ഞാൻ കട്ടില്ല, ഇതെന്റെ ഓവർ സ്മാർട്ടാണ്, കട്ടില്ല. അപ്പൊ ആദില പറയാണ് അത് കുഴപ്പമില്ല. കാരണം എന്താ, ഇന്നലെ മുഴുവൻ തന്നെ ടാസ്ക് കൊളാക്കിയത് ആദിലയാണ്, ഇന്ന് ടാസ്ക് കൊളാക്കിയിരിക്കുന്നത് ഇവനാണ്, ആര്യൻ. എന്നിട്ട് ഇതിലൊക്കെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയാ, അക്ബർ എന്ന് പറയുന്നവന്റെ ബായിൽ പഴം. ഞാൻ അനീഷിന് എന്തെങ്കിലും ഉണ്ടെങ്കിലും മാത്രമേ ഞാൻ മിണ്ടുള്ളൂ എന്നുള്ള തരത്തില് ഈ അക്ബർ എന്ന് പറയുന്നവൻ പഴം. അവനാണോടെ കപ്പടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. എല്ലാരും പറയുന്നത് അക്ബർ ഭയങ്കരം. എവിടെ ഭയങ്കരം എന്നാ നിങ്ങൾ പറയുന്നത്? ആ ചെങ്ങായിക്ക് ആകെ അറിയുന്നത് എന്താണെന്നറിയ, കുത്തിത്തീർപ്പ് ഉണ്ടാക്കാനല്ലാതെ വേറൊരു മണ്ണും പിണ്ണാക്കും അറിയില്ല. ഒരു ഗെയിം ചേഞ്ചർ ആണെങ്കിൽ ഇന്ന് കൃത്യമായിട്ട് ആര്യനെ തള്ളി പറയില്ലേ? ആര്യനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനം എവിടെയായിരിക്കും? ഇന്നിപ്പോഴും പറഞ്ഞാൽ അവിടെ ആര്യനെ തള്ളി പറയാൻ വേണ്ടിയിട്ട് ഒരു അനീഷ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവനൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെയും കപ്പിനെയും പേടിയാണ്. പക്ഷെ അനീഷിന് ഒരാളെ മാത്രമേ ബോധിപ്പിക്കേണ്ടതുള്ളൂ, അത് പ്രേക്ഷകരെയാണ്. ആ പ്രേക്ഷകരാണ് അനീഷിന്റെ ശക്തി, അല്ലാതെ ബിഗ് ബോസിന്റെ കപ്പോ ഇല്ലെങ്കിൽ അവരുടെ പൈസയോ ഇതൊന്നുമല്ല. ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരുടെ സ്നേഹവും വിശ്വാസവും അത് മാത്രമാണ് അനീഷിന് വേണ്ടത്. അല്ലാതെ നിങ്ങൾ അവിടെ പേടിച്ച് തോന്നുന്നപോലെ അനീഷിന് കപ്പ് കൊടുക്കും എന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. അനീഷിനെ ചിലപ്പോഴെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അനീഷിനെതിരെ വൻ ഗൂഢാലോചനകൾ അവിടെ നടക്കുന്നുണ്ട്. അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് വൻ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ഇന്നലെ ടാസ്കിനിടയിൽ അനീഷ് എവിടെയാണ് ഉള്ളത്? അനീഷ് ഏട്ടാ മേലെ നിന്ന് കൈയെടുക്കും അനീഷ് ഏട്ടാ, ഞങ്ങൾ പെൺകുട്ടികളല്ലേ അനീഷ് ഏട്ടാ, ഞങ്ങൾ പെൺകുട്ടികളല്ലേ എന്ന് ആദില നൂറമാറ് ബൈരം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ചതി വരാനുണ്ട്. അതായത് ഇവറ്റകൾ പറയും ഞങ്ങളെ കയറി പിടിക്കാൻ നോക്കി, ടാസ്കിനിടയിൽ ഞങ്ങൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറയും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വളരെ മോശമായിട്ട് പറയും. ഇപ്പോൾ ഇന്നലെ തന്നെ കണ്ടില്ലേ, അക്ബർ എന്ന് പറയുന്ന ഞെട്ടി പറിച്ചിട്ടുള്ളത് എന്താ അവിടെ, പിന്നെ എന്താ പറയുക, എന്നെ ഭയങ്കര മോശമായിട്ട് പെരുമാറിയെന്ന് ഈ പിന്നെ അനുമോള് പറഞ്ഞപ്പോഴേ. അപ്പൊ അങ്ങനെ പലരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വായ അടപ്പിച്ചുകൊണ്ടിരിക്കില്ല. ഇനി അക്ബർ എന്ന് പറയുന്നവൻ അവിടെ ഉണ്ടായിരുന്നു. അതായത് അക്ബറിന് വേണമെങ്കിൽ അവിടെ പറയാം. അക്ബറിന് പക്ഷെ ഏറ്റവും വലിയൊരു ശിക്ഷയാണ് ഇന്നലെ കിട്ടിയത്. അവൻ ഈ അനീഷ് കരയുമ്പോഴേ അവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന്, അനീഷ് ആ ഒരു പന്തിന്റെ ഇതിൽ കരയുമ്പോഴേ ഇവൻ ചിരിച്ചുകൊണ്ടിരുന്നേ. ഇന്നലെ ഇവൻ പൊട്ടി കരയുന്നു. ദൈവം ഉണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ദൈവം ഇപ്പൊ അപ്പപ്പാന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ അക്ബറിനെ കൊണ്ടൊന്നും ഒന്നും കഴിയില്ല. അക്ബറിനെയൊക്കെ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റും അതുപോലെ തന്നെ അക്ബറിന്റെ പിന്നെ കൂടെയുള്ളവൻ തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നുണ്ട്. അവനും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഈ ചങ്ങായിക്ക് ആ കപ്പെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അക്ബർ എന്ന് പറയുന്നവനില്ലേ, എന്നാ പറയുന്നത് ഈ പിന്നെ പണ്ട് ജഗദീഷും കൊച്ചിൻ കരീഫയും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. ഏത് കാക്കക്കൊയിൽ എന്ന് പറയുന്ന സിനിമയില്. അതിൻ്റെ അകത്ത് എടാ ചാവി ആടില്ലേ ഞാൻ ഒളിപ്പിച്ചു വെച്ചത്, അതാർക്കും അറിയില്ലല്ലോ. അപ്പൊ ജഗദീഷ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനല്ലേ പറയുന്നത്, എനിക്കറിയാലോ. അതുപോലെയാണ് അക്ബർ. എന്താ കാരണം എന്നറിയാം, ബിഗ് ബോസും ക്രൂ മെമ്പർമാരും എല്ലാവരും ഈ അക്ബറിന് വേണ്ടിയിട്ട് പല കളികളുമാണ് കളിച്ചു. പക്ഷേ ഈ അക്ബർ എന്ന് പറയുന്നവര് ABCD മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യാനാണ്? പണ്ടരിക്കാന്ന് പറഞ്ഞ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തനോട് പറഞ്ഞു എനിക്ക് പേപ്പർ ഇട്ടിട്ട് ഞാൻ തരും എന്ന് പറഞ്ഞു. അങ്ങനെ പേപ്പർ ഇട്ടിട്ട് കൊടുക്കാൻ തുടങ്ങി. നോക്കുമ്പോഴേക്ക് ഇവന് വായിക്കാൻ അറിയില്ല, ഇവന് എഴുതാനും അറിയില്ല. അപ്പൊ ഈ കോപ്പി അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടേ. അതേപോലെയാണ് ഇതും. ഈ അക്ബറിന് ഒരു കഴിവുമില്ല. അവൻ എന്തെങ്കിലും ഒരു കഴിവുണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും കപ്പ് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസും. പക്ഷെ അവൻ വായ തുറക്കൂല. ഇനി ആര്യനെതിരെ വാ തുറന്നിട്ടുണ്ടെങ്കിൽ അവനെ പ്രേക്ഷകരെങ്കിലും കൈവിടൂലായിരുന്നു. ഇപ്പൊ പ്രേക്ഷകർക്കും മനസ്സിലായി ഏറ്റവും വലിയ മരവാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അക്ബർ തന്നെയാണ്. അതുപോലെ നെവിൻ എന്ന് പറഞ്ഞവനും ഇന്നും മിണ്ടാട്ടമില്ല. എന്താ കാരണോ? ഇന്ന് കള്ളക്കളി കളിച്ചിരിക്കുന്നത് ആരാ ഇന്ന് അവനല്ലേ ആര്യൻ. അവൻ എന്ന് പറയുന്നത് ഇളക്കുട്ടിയല്ലേ. അവൻ ദോശ വേണമെന്ന് പറയുമ്പോൾ ദോശ കൊടുക്കും, പാല് വേണമെന്ന് പറയുമ്പോൾ പാല് കാച്ചി കൊടുക്കും, മോര് വേണമെന്ന് പറയുമ്പോൾ മോര് കൊടുക്കും. ഇതൊക്കെ അവന് കൊടുക്കാൻ വേണ്ടി മാത്രം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ട്. അതാണ് മനസ്സിലായത്. ഇന്ന് അവൻ കളിച്ചപ്പോഴത് ഗെയിം ചേഞ്ച്. അവൻ കള്ളനായി കഴിഞ്ഞാൽ ഗെയിം ചേഞ്ച്. അവൻ എന്ത് തമ്മാടിത്തരം കളിച്ചു കഴിഞ്ഞാലും അവൻ ഇളക്കുട്ടിയല്ലേ, അവൻ കുട്ടിയല്ലേ, അവൻ അമ്മയും മകനും അല്ലേ. ഒരുത്തിയാടെ അമ്മയാകാൻ നടക്കുന്നത്, മറ്റോ മകനാകാൻ കളിക്കുന്നത്. അവസാനം എന്ന് പറഞ്ഞാൽ പണ്ട് കെട്ടിപ്പിടിച്ച പോലെ ആകരുത്. പണ്ട് ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഒന്ന് അമ്മയും മകനും കളിച്ചിട്ട് ഇടുന്ന ഔട്ടായതാന്ന്. അവസാനം അമ്മയും മകനും തമ്മത്തല്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാല് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു നിലപാട് കൃത്യമായിട്ട് മനസ്സിലാക്കി കളിക്കുന്നത് അനീഷ് മാത്രമാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് അവിടെ കപ്പെടുക്കാൻ വേണ്ടിയിട്ട് ഒരുത്തന് പോലും യോഗ്യതയില്ല. ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വെറും വേസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വാ തുറക്കാതെ ഒരു തെറ്റ് മുന്നിൽ കണ്ടിട്ടും കൂടി വാ തുറക്കാതെ ഇരിക്കുന്ന വെറും വേസ്റ്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസൺ 7 മത്സരാർത്ഥികളെല്ലാം. അവിടെയാണ് അനീഷ് എന്ന് പറയുന്നവൻ. അവൻ ഇനി തെറി വരും കുറെ, അവനിൽ എല്ലാ കാര്യവും വരും. ഇന്ന് എന്ന് പറഞ്ഞാൽ PR തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. വീണ്ടും PR തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. കാരണം എന്താ അറിയാ, PR കൊടുത്തവന്മാർ പൈസ കൊടുത്തോ അല്ലാതെ ഇവർ കളിക്കണ്ടേ. ഇവിടെ ഒരെണ്ണം പോലും കളിക്കുന്നില്ല മര്യാദയ്ക്ക്. ഇപ്പോഴും എന്ന് പറഞ്ഞ് ആര്യനെ പൊക്കി വിടാൻ വേണ്ടിയിട്ട് PR അവസാന പണി എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോലെ ഇല്ല ആൾക്കാർ ആര്യന എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങ് ഒട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് കൃത്യമായിട്ട് അത് യേശുന്നില്ല ജനങ്ങളെടുക്കുക. കാരണം എന്ന് വെച്ചാൽ ആര്യൻ കാണിച്ചത് ഒരു വലിയ മണ്ടത്തരോ ഒരു വലിയ തെണ്ടിത്തരോ എന്ന് എല്ലാവർക്കും അറിയാം. ആര്യൻ എന്ന് പറയുന്നത് ഇതുവരെ ഇവിടെ നിന്നത് കള്ളത്തരത്തിന്റെ മുകളിൽ മാത്രമാണ്. ജിസൈല് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ പുറത്താക്കാനുള്ള കാരണക്കാരൻ ഈ ആര്യൻ തന്നെയാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഈ ആര്യൻ ശരിക്കും പറഞ്ഞ ഈ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കേണ്ട യോഗ്യതയുണ്ടോ? അവൻ എന്ത് യോഗ്യതയാണുള്ളത്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജിസൈല് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ശാപം ഇവന് വിടാതെ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ പലപ്പോഴും അവരോട് അവസാനം കാണിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവർക്കത് കിട്ടണം. എന്താണെന്ന് വെച്ചാൽ ഈ ഈകളേനെ കൊണ്ടുപോയിട്ട് നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആര്യൻ എന്ന് പറയുന്നവൻ മാന്യനായി മര്യാദക്കാരനായി. ഇവൻ കുറച്ചു കാലം മുമ്പ് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇവനെയൊക്കെ എത്രയും പെട്ടെന്ന് എടുത്ത് പുറത്തിടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകര് വോട്ട് ഒരെണ്ണം പോലും ഇവന് കൊടുക്കരുത്. ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുക നിങ്ങൾ. അതാണ് വേണ്ടതായിരുന്നു. ഇവനെ പോലെയുള്ള ആൾക്കാരൊന്നും ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ യോഗ്യതയുള്ളവനല്ല. അതുകൊണ്ട് വോട്ട് കുറഞ്ഞാലും ഇവനെ പറഞ്ഞുവിടത്തൊന്നുമില്ല. നമുക്കറിയാം കൃത്യമായിട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലെ റെക്കമെൻഡും കാര്യങ്ങളൊക്കെ ഇവനുണ്ട്. ഇല്ലെങ്കിൽ ഇവൻ ഇവിടെ നിൽക്കത്തില്ലല്ലോ. കാരണം ഇവൻ അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പോഴും നല്ല ജിസയിൽ അവിടെ നിൽക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവനെ പുറത്താക്കുക തന്നെ വേണം. ഇവനിപ്പോൾ അവിടെ കിടന്നിട്ട് അനീഷ് വലിയ പാതകം ചെയ്തു, അനീഷിനെ ജയിലിലേക്ക് വിടണം പോലും. ഇവന്മാര് വെറും എന്താണ് ഇവന്മാരെ വിളിക്കുക? ഇവരെല്ലാം പറയുന്നത് എന്താ പറയുക, അനീഷ് ജയിലിലേക്ക് പോകണം, അനീഷ് ചെയ്ത ശരിയല്ല എന്ന്. എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല യുവമാരുടെ അവസ്ഥ കാണുമ്പോഴേ. അമ്മാതിരി തോൽവിയും ദുരന്തങ്ങളുമായി യുവമാർ നിന്ന് ഓരോ വട്ടവും ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, ഇവനെയൊക്കെ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഓടിക്കുക തന്നെ വേണം. എത്രയും പെട്ടെന്ന് ഓടിക്കണം. ബിഗ് ബോസിൽ നിന്നും ഇവൻ കാലുകുത്താൻ വരെ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു യോഗ്യതയില്ലാത്ത ഒരുത്തരാണ് ഈ ആര്യൻ എന്ന് പറയുന്നവൻ. മനസ്സിലാക്കണം നിങ്ങൾ. അവരിന്ന് കരഞ്ഞു വീഴുക അവിടെ നിന്ന്. മറ്റേ ഈ ആരോട് ഏറ്റവും വലിയൊരു കള്ളത്തിയാണ് ആദില. ഈ ആദിലയോടാണ് കരഞ്ഞു മെഴുകുന്നത്. ആദില എന്നിട്ട് പറയുക, ഇത് ബിഗ് ബോസിന്റെ കളിയാണ്, ഇത് ബിഗ് ബോസിന്റെ കളിയാണ്. അത് ഉളുപ്പുണ്ടോ കുറച്ചിട്ട് നിങ്ങൾക്ക്? എനിക്ക് ഇവനെക്കാട്ടി ഏറ്റവും വലിയ കള്ളനായിട്ട് എനിക്ക് തോന്നിയത് വെച്ചാൽ ഈ അക്ബറിനെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അക്ബറിന്റെ വായിൽ എന്താണ് പഴമാണോ? അക്ബർ വാ തുറക്കുന്നില്ലല്ലോ ഇന്ന്. അക്ബർ എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല? അക്ബറിന്റെ കൂട്ടുകാരനായി കഴിഞ്ഞാൽ അക്ബറിനെ സംരക്ഷിക്കണം അല്ലെ? അത് കൊള്ളാട് അക്ബറെ, നീയൊക്കെ സംരക്ഷിക്കണം. അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പാണ്, അവിടെ എല്ലാം ഒരു ഗ്രൂപ്പ്, അനീഷ് മാത്രം ഒറ്റ. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ആരും പോകരുത്. നന്ദി, നമസ്കാരം.